ഹെവി മഴ. ഹലോ ഗൈസ്, അപ്പം നമ്മളിത് വേറൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു സൺഡേ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കൊടുകുത്തിമല എന്ന് പറഞ്ഞിട്ടുള്ള ഉള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കൊടുകുത്തിമല. ഹെവി മഴ. സോ നമ്മൾ മോർണിംഗ് ആയപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. സോ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് മഴ കിട്ടി. അതായത് നമ്മൾ കാറിലൊന്നും പോകുമ്പോൾ ഈ ഒരു ഫീൽ കിട്ടില്ലല്ലോ. അപ്പം നമ്മൾ അതാണ് ബൈക്കിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഒരു ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്ന ഈ ഒരു റെയിൻ കോട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രാഹുലിന് കോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു റെയിൻ കോട്ട് വാങ്ങി. അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ ഈ ഒരു നൂൽപ്പിട്ടും പിന്നെ ബീഫിൻ്റെ ഒരു ഫ്രൈ പോലത്തെ സംഭവം പിന്നെ കോഫിയും ചായയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചത് പിന്നെയും പോവുകയാണ്. കണ്ടോ, ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, വെള്ളത്തിന്റെ സൗണ്ട് പോലെ അല്ലേ? ബോട്ടൊക്കെ മാറ്റി മഴയൊക്കെ പോയല്ലോ. നേരത്തെ കുറച്ചൊരു മഴ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കിനി 10 മിനിറ്റും കൂടെ ഉള്ളൂ എത്തണ്ടേ. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ അല്ലേ? നല്ലൊരു ക്ലൈമറ്റ് അടിപൊളി. ഇപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞാൽ വെയിൽ മാറിയിട്ട് മഴയും കൂടി പെയ്തല്ലേ അടിപൊളി. വെയിൽ കുറഞ്ഞു, നേരത്തെ ആ ഒരു വെയിൽ ഇല്ല. Okay. ഇറങ്ങണോ? ഇറങ്ങി അവിടെ വീടല്ലേ? This is so സോ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ കുറച്ച് നേരം നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ റെഡിക്കുള്ള സ്ഥലത്തേക്ക് വരികയാണ്. പിന്നെ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സൗണ്ട് എനിക്ക് പനി ഉണ്ടായിട്ട് സൗണ്ടൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അതാണ്
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സോ നമ്മളിനി ഇവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിത് അവിടെ കണ്ട ഒരു പാമ്പിൻ്റെ ഒരു സംഭവം അവർ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ആൻഡ് ഇവിടുന്ന് നമ്മൾ ഉള്ളിലേക്ക് ഇനി കയറി കഴിഞ്ഞാൽ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഒരു ഉയരമുള്ളത്. ഉയരം 2 കിലോമീറ്റർ 2 കിലോമീറ്റർ അങ്ങോട്ടും 2 കിലോമീറ്റർ ഇങ്ങോട്ടും, ടോട്ടൽ 4 കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട്. ഇതാണ് ശരിക്കും മഴ സീസൺ ആയതുകൊണ്ട് ശരിക്കും വെയിലുണ്ടാവില്ലെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ വരുന്നതുകൊണ്ട് നല്ല കോട വൈബില്ലേ? ആ കോട കിട്ടണമെങ്കിൽ ചെറുതായിട്ട് അത്യാവശ്യം നല്ല മഴ പെയ്യണം. ഇങ്ങനെ ഒരു പാത്വേ കൂടെ നമ്മൾ ഇങ്ങനെ പോകും കേട്ടോ. ഇതിന്റെ എൻഡില് ഒരു വാച്ച് ടവർ ഉണ്ട്, അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. അപ്പൊ നമ്മള് 9.2 കലോറി ബേൺ ആയി എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്തിട്ട് 0.2 കിലോമീറ്റർ ആയി. നമ്മൾ എത്ര കലോറി ബേൺ ചെയ്തെന്നുള്ളത് 9 കലോറി ബേൺ ചെയ്ത്. അപ്പോഴേക്കും സൈഡായി 2 കിലോമീറ്റർ എത്താണ്ടല്ലേ. പക്ഷെ നല്ല കുറച്ചിങ്ങനെ മെല്ലെ നടന്ന് കുറച്ച് ഇരുന്നിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കലോറി കിട്ടും അവിടെ എത്താൻ. വ്യൂ കണ്ടോ? അങ്ങനെ ഞങ്ങൾ തണലുള്ളൊരു സ്പോട്ട് കണ്ടുവച്ചിട്ടുണ്ട്. ചെക്ക് പോയിന്റ് ഞങ്ങൾ എത്തിയില്ലേ? അടിപൊളി സ്ഥലം. നോക്ക് ന്യൂസ് ഒക്കെ അല്ലേ? അടിപൊളി. അവിടെ നമുക്ക് ടോപ്പില് വീട് അവിടെ ആ പാർക്കിലായിരുന്നു കുറച്ചുകൂടെ ഇരുന്നത്. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേർക്കുന്നുണ്ടോ ഭയങ്കരമായിട്ട്? 18.4 നല്ലോണം വേർക്കുന്നുണ്ട്. ഈ മഴക്കാലം എക്സസൈസ് അല്ല ശരി. ഒരു സത്യം ഓരോ ടൈം നമ്മൾ ബ്രേക്ക് എടുത്ത് പോകുന്നത്. നമ്മൾ 1 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. ഓരോരോ കിലോമീറ്റർ കഴിയുന്നവരും നമ്മളെ സംസാരത്തിൽ മാറ്റം വരുന്നില്ലേ? ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഇതാണ് ഗൈസ്. ആകെ ക്ഷീണിച്ച പോലെ ടയേർഡായി ഗൈസ്. നമ്മൾ ഭയങ്കര ടയേർഡായി. ഫേസിൽ അലർത്തിക്കുന്നുണ്ട്.
ഗൈസ് നമ്മൾ എത്തിപ്പെടേണ്ട വ്യൂ പോയിന്റ് ഇതൊന്ന് കാണിച്ചു തരാം. ഇത് അവിടെ കാണുന്ന ആ സ്ഥലമാണ്. ഇവിടെയാണ് നമ്മൾ എത്തുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ. ഇതിലൂടെ പോയി എങ്ങനെ പോയി ഇവിടെ എത്തും. ഓക്കെ, ആൻഡ് നമ്മളെ കറണ്ട് സിറ്റുവേഷൻ. നമ്മള് 1.4 കിലോമീറ്റർ ഇനിയും ഹാഫ് കിലോമീറ്റർ ഇവിടുന്ന് ജസ്റ്റ് അവിടെ നേരത്തെ നമ്മൾ കാണിച്ചില്ലേ ആ വ്യൂ പോയിന്റ് എത്താനായിട്ടോ. ഓക്കെ. അതിൻ്റെ മേലെ കയറിയ കഴിഞ്ഞില്ലേ. ഇവിടുന്ന് ഒരു സമയം കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് അങ്ങ് ദൂരെ നിന്ന് മഴ ഇങ്ങനെ പെയ്ത് നമ്മളടുത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ കാണുന്നില്ലേ, അങ്ങ് ദൂരെ നിന്ന് മഴ പെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് നമ്മളടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കേട്ടോ, കുറച്ചുകൂടെ അടുത്തായി ഇപ്പം. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ തന്നെ എൻജോയ് ചെയ്യാന്നുള്ളത്. നേരത്തെ വരെ വെയിലായിരുന്നല്ലോ, അപ്പം അങ്ങനെ എൻജോയ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ മഴയും കാറ്റൊക്കെ ആയി. നമുക്ക് എന്താ പറയുക, നമുക്ക് നടന്നു പോകാൻ കൂടെ പറ്റാത്തൊരവസ്ഥയായി. ഫോണില് മഴ കൊണ്ട് ജലദോഷം വരുമോ എന്തോ. നേരത്തെ വെള്ളം തലയിലായതിന് പെൻഗിനൊക്കെ പോണേ ഇങ്ങോട്ടോക്കി. അത് നല്ല എന്റെ തല എന്താ ഇങ്ങനെ തലയിൽ വെള്ളമുണ്ടേ. ഇല്ലേ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? മേലേക്ക് പോകുമ്പോ വെയിലും ചൂടെടുത്തിട്ട് താഴേക്ക് വരുമ്പോ അടിപൊളി മഴ. താഴേക്ക് വരുമ്പോ നല്ല തണുപ്പും മഴയും. മഴയത്ത് കൊടയും കോടാമഞ്ഞ് ഓഹോയ് താഴ്വരയിൽ ഓഹോയ് രാത്രി മുല്ല പൂക്കുമ്പോൾ കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ ഫോണിന് കൊടുത്തു. ഒക്കെ അടിപൊളി വ്യൂ ആ. നല്ല എക്സ്പീരിയൻസ്. എന്താ അവിടെ
സക്സസ്ഫുള്ളി നമ്മൾ ഭയങ്കര ടയേർഡായി ഇത്രയും 4 കിലോമീറ്ററൊക്കെ നടന്നതിന് ശേഷം. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചു, ഈ സംഭവങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഈ മഴയത്ത് ഐസ്ക്രീം കഴിക്കുന്ന ഭ്രാന്ത് എനിക്കുണ്ട്, അപ്പം ഐസ്ക്രീമും കൂടെ കഴിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു മങ്ങിയത് പോലെയുള്ളത് നമ്മൾ മഴയത്ത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഇതായിട്ടാണ് ഇങ്ങനെ സ്ക്രീൻ ഒരു മാതിരി കിടക്കുന്നത്. സോ നമ്മളത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അത് നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നല്ലോ, നമ്മളിത് അങ്ങനെ കുറേ നടന്ന് കളിച്ചത് കൊണ്ട് നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എന്താ, അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വ്ളോഗുള്ളൂ. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.